ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ ട്രക്കിങ്ങിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ഇന്നാണ് നമ്മൾ സബ്മിറ്റ് പോകുന്നത്. ഇപ്പോൾ 2 മണിയായി, 2:10 പുലർച്ചയ്ക്ക് 3 മണിക്ക് ഇവിടുന്ന് പോകണം. ഇപ്പോൾ ഫുള്ള് സ്റ്റാർസിനെ കാണാൻ നമുക്ക് എന്താ പറയുക, മിൽക്കി വേയിൽ ശരിക്കും കാണാൻ പറ്റും. ശരിക്കും ഇവിടെ തീരെ ലൈറ്റില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഫുൾ വാ നന്നായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു 2:30 ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് 3 മണി ഇവിടുന്ന് വിടും. അത്ര തണുപ്പ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ 3 ഡ്രസ്സും ഒരു ജാക്കറ്റും ഉള്ളത്, 2 പാൻറ്, ട്രൗസർ, 3 സോക്സ്. അത്രയ്ക്ക് തണുപ്പ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് 3 മണിക്ക് വിട്ടാൽ ഒരു 6 മണി ആകുമ്പോഴേക്ക് സബ്മിറ്റിലെത്താൻ പറ്റും. 6 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാനൊരു കോമറ്റ് ഉണ്ട്. അത്രയ്ക്കും വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം, ആകാശം, മിൽക്കി വേ. ഞാൻ കുറേ ഫോണൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ ഫോണിൽ. പിന്നെ അതുപോലെ തന്നെ 3 മണിക്ക് വിട്ടാൽ 6 മണിയാകുമ്പോഴേക്ക് നമുക്ക് സബ്മിറ്റിലെത്താൻ പറ്റും. സബ്മിറ്റിലെത്തിയ 6 മണി, 6:10, 6:20 സൂര്യൻ ഉദിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പം പോകുന്നതാണ്, സബ്മിറ്റിലേക്ക് പോകുന്ന. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഫുൾ സെറ്റായിട്ടുള്ളത്. ഓക്കെ, ബൈ. ഓക്കെ, ഏകദേശം നമ്മളിപ്പോൾ 1 കിലോമീറ്ററോളം നടന്ന് എത്തിയില്ല. ഇനി ഒരു 3 കിലോമീറ്റർ നടക്കേണ്ടത്. ആകെ സൈഡായി പോയി. നല്ല സ്ട്രീക്കായിട്ടുള്ള ഇതാ. ഏകദേശം ഒരു 85, 75, 80 അങ്ങനെ ഡിഗ്രി ഉണ്ടാവും നടക്കേണ്ട വഴി നോട്ടുണ്ട്. എത്ര ശരിയില്ല. ലൈക്ക് ഫുള്ള് പാറകളാ, ചെറിയ പാറ കഷ്ണങ്ങളും ലൈറ്റിൽ നടക്കൂല. ഫുള്ള് ഇരുട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മളിപ്പോൾ ഏകദേശം എത്താപ്പോയി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1 അവർ കൂടി നടക്കേണ്ടിരുന്നാണ് പറഞ്ഞിട്ട്. അത്രക്കും പീക്ക് ലെവലുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ഇത് നടക്കുന്നത്. കാലിലും ഫ്രീസായി പോയി, ഐസായിട്ടുള്ളത് കയ്യിലോ. പിന്നെ ആകാശം നോക്കിയാൽ അടിപൊളിയാണ്. ഇപ്പം തന്നെ 2-3 തവണ ഞാൻ ഇത് കണ്ട്, കോമറ്റിനെ കണ്ട്, വെള്ളം കണ്ട്, നല്ലുണ്ട്. ചെക്ക് എന്ന് പറഞ്ഞിട്ട് തീർന്ന്. പക്ഷെ തീരെ പറ്റുന്നില്ല നടത്തം. ഒരു 200 മീറ്റർ നടക്കുമ്പോൾ റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സൈഡായി പോകും. ഓൾമോസ്റ്റ് എത്താറായി ഫ്രണ്ട്സ്. ഫൈനലി സബ്മിറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന, സൂര്യനെ വെയിറ്റ് ചെയ്യുന്ന. എല്ലാവരും പറയുന്ന പോലെ മലയാളീസ് തന്നെ എപ്പോഴും ആദ്യം. ആ ഗൈഡിലും പറഞ്ഞ് ഫസ്റ്റ് എപ്പോഴും മലയാളീസ് ഉണ്ടെങ്കിൽ മലയാളീസ് ഉണ്ടാവും ഫസ്റ്റ് ആദ്യം കയറുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആദ്യം കയറി, എല്ലാവരും ബാക്കിലേക്ക് കൂടി കയറി. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. നമ്മൾക്ക് എൻ്റെ കാല് 2 ഫ്രീസ് ആയിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഇവിടുന്ന് എത്രത്തോളം എനിക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു ശിവന് ടെമ്പിൾ ഉണ്ട്. സൂര്യൻ വന്നില്ല, വന്നുകൊണ്ടിരിക്കുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സൂര്യനാ. ഈ ഒരു പോയിന്റിലാണ് വരിക. അങ്ങനൊരു സിറ്റിയാണ് മറ്റോ. പക്ഷെ ഇപ്പം കാണാൻ പറ്റില്ല, നല്ല ഡാർക്കായിട്ടുള്ളത്. കുറച്ചും കൂടി ടൈം എടുക്കുമോ. ഇത് ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞ്. സി ദ ബിഹൈൻഡ്. യെസ്, ഇത് ബാക്ക് സൈഡിലൊക്കെ ഫുൾ ആൾക്കാരാണ്. ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഒരു ടൈം ലാപ്സിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്, അതിന് വേണ്ടി ചടവിച്ചിട്ടുള്ള ഫോണ്. 12,500 അടി മുകളിലാണ് ഉള്ളത്. 12,500 അടി. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന. യെസ്, നമ്മൾ ടീമെല്ലാം ഉണ്ട്, നമ്മൾ ഡോഗ് കൂടെ ഉണ്ട്. യെസ്, സീ ദ ലൈറ്റ്. ഓ, കുറച്ച് പേരാളും കയറിയില്ല, കുറേ ആൾ തിരിച്ചു പോയി ബാക്കോട്ടേക്ക്. അവർ കയറാൻ പറ്റിയില്ല. നമ്മളെ കൂടെ തന്നെ നമ്മൾ 4 പേരിൽ ഒരാൾ ഫസ്റ്റ് തന്നെ ലൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ ഇത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു വാശിൻ്റെ പേരിൽ എത്തി നമ്മൾ ഫൈനലായിട്ട്. യെസ്, സീ ക്യാൻ സീ ദ പ്ലേസ്. ഇപ്പോൾ 6 മണിയാണ്. സോ ഇവിടെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുക. യെസ്, പുക. യെസ്, ये है हमारी दिवाली. दिवाली बॉनफायर है. दिवाली मनाएंगे. അയ്യോ പുക. ഓക്കെ, സേ ഹായ്. Happy Diwali. Happy Diwali. Ansu man, where your Gen for Cyber go? Jim bro, how was the experience? Please.
Amazing experience, thrilling. What a better way to celebrate Diwali. Yeah. Okay. So for you. It's amazing. Amazing. Yeah. It's amazing. Yeah. It's freezing cold, so I don't have any words. Please tell your experience. This is the first time. Yeah, The first time. How was the experience? Like very great. Totally worth it. Totally worth it. यार आदि तूने सही बोला था यार. Experience, please tell me. Very good. It's a very yeah. Okay. Really amazing. Yeah. It was my first so high summit and I Yeah. feel it for breath. But 4,000. Yeah, I completed it finally. Hi. വന്ന് അങ്ങനെ സൂര്യൻ ഇത്ര സമയം കാത്തുന്ന സാധനത്തി. യെസ്. സൂര്യൻ വന്നുകൊടുക്കുന്നുണ്ട്. യെസ്. ഇതിനാണ് ഇത്ര എല്ലാവരും കാത്തുന്നത്, ഈ സൂര്യനെ കണ്ടിട്ട്. യെസ്. Minnu, this is for you. Minnu, I love you. സോ ഗായ്സ്, നമ്മൾ ഇവിടുന്ന് വിടാൻ പോന്നു. ഇപ്പോൾ ഒരു ശിവൻ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞത് എന്താ അവർ കാണാൻ പറ്റും. വിടുന്നില്ല, ജസ്റ്റ് കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുണ്ടാക്കിയതാ. ഇതൊരു ടെമ്പിളാണ് ആക്ച്വലി. അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ടെമ്പിൾ. ഓക്കെ, ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും, അത്ര തന്നെ. ഇവിടെ വരുന്നവർക്ക് മാത്രം കാണാൻ പറ്റും, ഈ സബ്മിറ്റിൽ എത്തുന്നവർക്ക് മാത്രമേ കാണാൻ പറ്റൂ ഈ ഒരു ശിവ ടെമ്പിൾ. എല്ലാവരും റെഡിയാണ് താഴേക്ക് പോയാൽ. എനിക്ക് തോന്നില്ല എങ്ങനെ ഇറങ്ങാൻ പറ്റുന്നുള്ളത്. കയറുന്ന പോലെ ഈസി അല്ല ഇറങ്ങുന്നത്, കുത്തനെ ഇറക്കാണ്. ചിലപ്പോൾ ഇരുന്നിട്ടൊക്കെ പോകേണ്ടി വരും. ഇതാണ് ടെമ്പിള്, കാണിച്ചു തരാം. അങ്ങോട്ട് കയറാൻ പറ്റും. ഇതാ മുകളിൽ ടെമ്പിള്. ഓക്കെ, വളരെ കാഴ്ചകളാണിത്. യെസ്, ഇതൊക്കെ ഇവിടെ വരുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇത് സബ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക്. യെസ്. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. എങ്ങനെ പോകുന്നറിയില്ല. കുത്തനിലിറക്ക കുത്തന. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കയറുന്ന പറയില്ല, കയറി നമുക്ക് എന്നല്ല കയറാം. ഇത് കീന്നത് വെച്ചാല് ശരി ഊരിപ്പോയാൽ തീർന്ന് പിന്നെ താഴെ എത്തുക. ഇതണ്ട എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. ശരി, ഏറ്റവും താഴെ എത്തണം. സൂര്യൻ എൻ്റെ വെളിച്ചം എന്നുന്നില്ല. അവിടെ നമ്മളെ ബേസ് ക്യാമ്പ് ഉള്ളത്. യെസ്, ഇവിടെ എല്ലാം ഉണ്ട് സ്നോ. ഇവിടെയൊക്കെ താഴേക്ക് സ്നോ ഉണ്ട്. ഇപ്പോൾ സൂര്യൻ വന്നു കഴിഞ്ഞാൽ ഉള്ള സ്നോ എല്ലാം കരിഞ്ഞു പോകും. യെസ്, ബ്രീത്ത് പിടിക്കാൻ പറ്റുന്നില്ല. See the view, the amazing view. സോ ഇനിയാണ് ഡേഞ്ചർ വേ. ഈ ഒരു വഴി കീഞ്ഞെടുക്കണ്ടെങ്കിൽ കണ്ട ആൾക്കാരെല്ലാം കീഞ്ഞണ്ട. സോ ഇരുന്നിട്ടൊക്കെ കീഞ്ഞേ. നമുക്ക് കയറുമ്പോൾ സുഖമായിട്ട് പിടിച്ച് കയറാം.
പക്ഷെ കീയുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര ടാസ്കാ. അയ്യോ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല എൻ്റെ അമ്മോ. വാ, ഇത് ശരിക്കും ഇതിൽ ആസ്വദിക്കണമെങ്കിൽ ശരിക്കും ഇവിടെ തന്നെ വരണം. ഇവിടെ എത്തിപ്പെടുക വെച്ചാൽ അത്ര എത്തിപ്പെടുക എന്നുള്ള അത്ര ഈസിയുള്ള കാര്യമില്ല. അതും പൊളിച്ചക്ക് 2 മണി 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ 6 മണിയാകുമ്പോൾ നമ്മളിപ്പോൾ 3 മണിക്ക് 2:50 ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയാണ് ഇവിടുന്ന്. എന്നിട്ട് എത്തിയത് ലൈക്ക് 5:45 ഇവിടെ എത്തി. നമ്മൾ കുറേ കഷ്ടപ്പെട്ടിരുന്നാലും നമ്മൾ എത്തി ഇവിടെ. യെസ്. സോ ഇനി ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഇനി ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണും ഉണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല. താഴ്വാരത്തിൻ്റെ താഴെ എത്തിപ്പോവും. ഓ ശരി, വീട്ടിലെ വ്യൂ കണ്ട. ഊഫ്, എന്ത് ഇറങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. മെല്ലെ മെല്ലെ ഇറങ്ങിയില്ലെങ്കിൽ അടുത്ത വർഷം ഈ സമയത്ത് എൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുക. ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ സ്ലിപ്പായി പോയിന്. ജസ്റ്റ് മിസ്സാണ്. ജസ്റ്റ് ഒരു കുറച്ച് ആളുടെ സ്ഥലത്തേക്ക് ഞാൻ സ്ലിപ്പായി പോയിന്. Arre Gobi! Arre Gobi bhai, this is a Gobi bhai. Our guide. Yeah. Guide ഗോപി ബൈക്ക് ഫോട്ടോ എടുക്കണം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് താഴോട്ട് വന്ന് അവർക്ക് താഴെ എത്തി. ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാനുള്ളത്. ബാക്കി എല്ലാവരും താഴെ എത്തിയതില്ല. ലൈക്ക് ഫസ്റ്റത്തെ ഒരു ഇങ്ങനെ കടന്നിട്ട് പോന്നാ. ഞാൻ പിന്നെ ഓരോ വീഡിയോയിലെല്ലാം എടുത്ത് വ്ളോഗൊക്കെ ചെയ്ത് മെല്ലെ അടക്കുക. നമ്മൾ പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അറിയില്ല, എങ്ങനെ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ എങ്ങനെ ക്യാമറ വെക്കേണ്ടത്, ആംഗിൾ എങ്ങനെ വെക്കേണ്ടത്. പിന്നെ എൻ്റെ അടുത്ത് ട്രൈപോഡില്ല, ജസ്റ്റ് കയ്യിൽ പിടിച്ചാണ് നടക്കുന്നത്. കൈ മരവിച്ചു പോയി. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. സോ നോ പ്രോബ്ലം, നമുക്ക് നെക്സ്റ്റ് ടൈം അടിപൊളിയാക്കാം. നെക്സ്റ്റ് വ്ളോഗ്. അതിൻ്റെ ബാക്കിൽ വേറൊരു മലയും കൂടി ഉണ്ട്. അതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നത് നമ്മൾ. ഇത് കയറെന്താ പാടുവിട്ടെന്നറിയാം. ഓരോ 20 സ്റ്റെപ്സ് വരുമ്പോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യും, നിൽക്കും, കാത്തു നിന്നിട്ട് പിന്നെയും നടക്കും. ഓരോ 20 സ്റ്റെപ്പ് കൂടുമ്പോൾ റെസ്റ്റ് എടുക്കും. കിട്ടില്ലമ്പോഴത്തെ വ്യൂ. That's our campsite. If you can see. Anju? Look at. ഇപ്പം നമ്മൾ നേരെ ക്യാമ്പിലേക്ക് പോകാം, ബേസ് ക്യാമ്പിലേക്ക് പോകും. അവിടെ പോയിട്ട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്തൊരു ക്യാമ്പ് കൊണ്ട് പക്ഷെ നമ്മളവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അവിടെ നിന്ന് അതിന് പേര് മറന്നുപോയി. അവിടെ സ്റ്റേ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ സ്റ്റേ ചെയ്തത് ഫസ്റ്റ് ഡേ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല. അവിടെ ഒന്നും നമ്മൾ ഓൾറെഡി കണ്ടതായതുകൊണ്ട് പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് പിന്നെ അവിടെ സ്റ്റേ ചെയ്യുന്നില്ല. നേരെ നമ്മൾ വില്ലേജിലേക്ക് പോകാം, ശാങ്കരി വില്ലേജിലേക്ക് പോകാം. എന്നിട്ട് അവിടെ നമ്മൾ റൂമൊക്കെ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്യും 1 ഡേ. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ നമ്മളെ വണ്ടി വരും ഡെറാഡൂണിലേക്ക്. അങ്ങനെ നാളെ രാവിലെ ഒരു ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും. ഉച്ചയല്ല, ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഡെറാഡൂണിലെത്തും. ഇനി ഡെറാഡൂണിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടെ നേരെ എൻ്റെ ബൈക്ക് എടുത്തിട്ട് നേരെ അങ്ങ് പോകും. അതാണ് പ്ലാൻ ചെയ്യുന്നത്. എന്താ അറിയില്ല, ഇപ്പം നോക്കട്ടെ. ആദ്യം ബേസ് ക്യാമ്പിൽ എത്തട്ടെ. ഇതുവരെ തളർച്ചൊന്നുമില്ല, സുഖമായിട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് വന്ന വഴിയാ. അയ്യോ എത്ര ഈസി ആയിട്ടാണ് നടന്നു പോകുന്നത്. അതാണ് നമ്മൾ കഷ്ടപ്പെട്ടല്ലേ അതിന്റെ ഫലം കണ്ടിട്ട് നമ്മളിൽ Both have their own challenges. Descending, I feel it's more challenging if you look around. Yeah. It's very scary. Yeah. If you're scared of heights, it's very scary. But then in descent, you quickly reach Really? the destination. Whereas to climb, you have to slow and Slow, steadily very go slowly. ahead so Yeah. that you stay in your breath. Thank you bro, thank you so much. Yeah, so guys വഴി തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ വഴി വെച്ചിട്ട് ഞാനും ചൈതന്യ ബ്രോയും വഴി തെറ്റിപ്പോയി. It's a wrong way, right? Yeah, definitely. Yeah, this way is actually very difficult. See? Oh my god. So കുറേ ആൾ ഇപ്പോൾ താഴെ എത്തി. See this way? Very easy.
നമ്മൾ ഫസ്റ്റത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്ന തളർച്ച അറിയുന്നില്ല. നല്ല സൂര്യൻ്റെ വെളിച്ചുള്ള ഓക്കെയാണ്. Are you guys okay, right? Yeah. So എല്ലാവരും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. സൂര്യനെ കാണിച്ച് നമ്മൾ മുകളിലെത്തിയത്. എടുത്തും ഭയങ്കര ചൂട്. യെസ്, എന്തല്ല വഴികളല്ലേ. Santa Claus आएगा इस पे. Yeah, you are Santa Claus. See the red color jacket. Yeah, our Santa. Jingle bellwa, jingle bellwa, jingle bellwa बाजू. पक्की दाढ़ी वाला बुढ़वा झोला लेके आएला. घर घर ही जाएला, तोहफा बाटेला. हर बचवा चिल्लाए आइला सांता. ഇപ്പം നല്ല ചൂടാണല്ലോ. ജാക്കറ്റ് ഇട്ട് യാതൊരു കാര്യമില്ല. കൈ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇട്ട് കിടക്കുന്ന ക്യാപ്പ് വരെ കയ്യിലുള്ളത്. നല്ല ചൂടായി പോകുമ്പോൾ കയ്യിൽ മരവിച്ച കയ്യേനു ഐസ് വൈലായിട്ട്. ഇപ്പം നല്ല വെയിലിൻ്റെ ചൂടില്ല. വെയിലില്ലാത്ത സ്ഥലത്ത് ഭയങ്കര തണുപ്പും, വെയിലുള്ള സ്ഥലത്ത് ഭയങ്കര ചൂടും. വല്ലാത്തൊരു ക്ലൈമറ്റ്. മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒരു തണൽ കണ്ടാണ് നോക്കിയാൽ ഭയങ്കര തണുപ്പായിരിക്കും. അവിടെ കപ്പടം ലൈക്ക് നല്ല തണുപ്പ് വരും. ഇപ്പം ചൂടുള്ള സമയത്താണെങ്കിൽ ഒട്ടുക്കത്ത ചൂട്. വേഗം കൂടിയിട്ട് ഇപ്പം 2 ദിവസമായി 3 ദിവസമായി ഇപ്പോഴത്തേക്ക്. നമ്മൾ വിട്ട് പോകുന്നില്ല. എൻ്റെ അടുത്ത് ബാഗിൽ ഒരു ചെറിയ കേക്ക് ഉണ്ട്, അത് ഇവന് കൊടുക്കണം. കം കം. ഇവളല്ല, സോറി, ഇവൾ. ലിവൾ ഇവൾ. നൈറ്റ് ഈ വഴി വരുമ്പോൾ ലൈറ്റൊന്നും ഇല്ല നമുക്ക്. ഒരു ടോർച്ചാണ് ഉള്ളത്. ഇവിടെ ആദ്യം പറഞ്ഞു ടോർച്ച് എടുക്കണം, നമ്മൾ ടോർച്ച് എടുത്തില്ല. എൻ്റെ കൂടെ 2-3 ടീമുണ്ട്. അവർക്ക് പറഞ്ഞേ വേണ്ട, എൻ്റെ അടുത്ത് ഒരു ലൈറ്റ് ഉണ്ടാവും, മതി എന്ന് പറഞ്ഞു. ആവേശം മതിയായിരിക്കും. പിന്നല്ലേ മനസ്സിലായേ ലൈറ്റ് ഇല്ലാണ്ട് 2 മണിക്ക് 3 മണിക്ക് ഇവിടെ ഫുൾ പാറകളല്ലേ. ഇതെങ്ങനെ തിരികെ കല്ലെങ്ങനെയല്ലോ. കുറേ കഷ്ടപ്പെട്ടു ഞാൻ നടക്കാൻ. എന്നാലും കുഴപ്പമില്ല, നമ്മളെല്ലാം അതിജീവിച്ച് സമ്മിറ്റിലെത്തി കണ്ട് ആ സൂര്യൻ വരുന്ന കാഴ്ചയാണ്. ഉയർന്നു 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 വന്ന കാഴ്ച. ഇതെല്ലാം ഞാൻ വീഡിയോ കാണിച്ചു തരാം. എല്ലാവരും വരുന്നതാ. നമ്മളെ ഗൈഡ് മുന്നിൽ പോകുന്നു. യെസ്, എല്ലാവരും സൈഡായി. നല്ല ചൂടാ. എല്ലാവരും ജാക്കറ്റും കഴിച്ച് ഞാനും കഴിച്ച് അരക്കിട്ടിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ്സ് നടക്കണം നമ്മളെ ക്യാമ്പിലേക്ക് എത്തണ്ടെങ്കിൽ, ബേസ് ക്യാമ്പിലേക്ക് എത്തണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് നടന്ന് പോവാം. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. കം കം. അധികം വെയിലൊന്നും ഇല്ലാത്ത നല്ല നല്ല വഴി കിട്ടി. ശരിതാർന്ന്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ കയറി വരുന്നുണ്ട്. ഇപ്പോൾ എന്താ കയറിയിട്ട് എന്താ യൂസ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരിപ്പോൾ കയറുന്നത് ഇപ്പം കയറി നോ യൂസാണ്. ശരിക്കും നല്ല വെയിലാണ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ. ഫൈനലി നമ്മൾ എത്തി, നമ്മുടെ ബേസ് ക്യാമ്പിലെത്തി. അവിടെ ദൂരെ നിന്ന് കാണാൻ പറ്റും. കുറേ ടെൻ്റ് ഉണ്ടോ. യെസ് ഗായ്സ്, ഫൈനലി നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ബേസ് ക്യാമ്പിലേക്ക്. ഇനി ഏകദേശം ഒരു 400 മീറ്റേഴ്സ് മാക്സിമം. തളർന്നങ്ങെത്തി. ഇനി ഇവിടുന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് അടുത്ത ബേസ് ക്യാമ്പിലേക്ക് പോകാണ്ട് ഡയറക്റ്റായിട്ട് ഷാങ്ക്രിയിലേക്ക് പോകണം. ഷാങ്ക്രി വില്ലേജ്. എൻ്റെ അവിടെ നമ്മൾ വണ്ടി വരും, എൻ്റെ റൂമിലേക്ക് അവിടെ ഞാൻ അങ്ങ് പോകും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. വെരി ടയർഡ്. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ഇത്. സോ നമ്മളിനി കുറച്ച് എക്സസൈസും കാര്യങ്ങളുണ്ട് ഇവിടെ. ടീച്ചിങ് ഞാൻ കുറച്ച് കരാട്ടെ അല്ല, കുറച്ച് എക്സസൈസും കാര്യങ്ങളെല്ലാവരും ഉണ്ടാവും. ജസ്റ്റ് 50 or 20 minutes exercise. So these are guys ready, right? Yeah.